ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ രസക്കാളൻ്റെ രുചിക്കൂട്ടാണ്. ക്ഷേത്രത്തിലെ സദ്യയാണെങ്കിൽ വളരെ പ്രശസ്തമാണല്ലോ. ഈ സദ്യയിൽ രസക്കാളൻ്റെ രുചി അറിഞ്ഞവർ അതിന്റെ സ്വാദ് പിന്നീട് ഒരിക്കലും മറക്കാറില്ല. ഇതിന്റെ കൂട്ടെന്താണെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെറും സിമ്പിളാണ്. രുചികരമായ രുചിക്കൂട്ട് നിങ്ങൾക്ക് ഇനി വീട്ടിൽ പരീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ രുചിക്കൂട്ടൊന്ന് നോക്കിയാലോ. കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് 1/4 കിലോ മത്തങ്ങയും 1/4 കിലോ കുമ്പളങ്ങയും ചെറുതായി അരിഞ്ഞ് ചേർക്കുക. പച്ചമുളക് 3 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, 3 ചുവന്ന മുളക് ചതച്ചത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് വേപ്പില, 1 കപ്പ് മോരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വേവുന്ന വരെ കുക്ക് ചെയ്യണം. ഇത് വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുക. ഇതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ കട്ടത്തൈരും കൂടി ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക. നമ്മുടെ കറിയുടെ മൂടി ഒന്ന് എടുത്തിട്ട് ഒന്ന് വെന്തോന്ന് നോക്കാം. കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ അത്യാവശ്യം വേവായിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞ പച്ചക്കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർക്കണം. അതിനുശേഷം 1 കപ്പ് കട്ടത്തൈര് ഇതിലേക്ക് ഒഴിക്കുക. 1 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കിയെടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിള വരുന്നവരെയാണ് കുക്ക് ചെയ്യേണ്ടത്. തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് കറി മാറ്റി വെക്കുക. അത് കഴിഞ്ഞാൽ അടുപ്പത്തേക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഫ്രൈ പാൻ ചൂടായാൽ അതിലേക്ക് 1 കഷ്ണം ബട്ടറോ 1 ടേബിൾ സ്പൂൺ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായാൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 3 ചുവന്നമുളക് ചതച്ചതും 1 തണ്ട് വേപ്പിലയും ചേർക്കുക. ചെറിയ തീയിലാക്കിയിട്ട് 1 മിനിറ്റ് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ രസക്കാളം റെഡിയായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളതൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ വേറൊരു റെസിപ്പിയുടെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. So, it's me Thahir, Spezia Diary, signing off. Bye.